ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന HP പെൻ എന്ന ബ്രാൻഡിൻ്റെ ഡ്രോയിങ് ടാബ്ലറ്റാണ്. ഇത് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാർ, ഇലിസ്ട്രേറ്റർമാർ, ഡിസൈനർമാർ, ചിത്രകാരന്മാർ എന്നിവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. HP പെൻ Deco 01V2 എന്നാണ് ഈ ടാബ്ലറ്റിൻ്റെ മോഡൽ നെയിം. 10x6.25 ഇതിൻ്റെ ആക്ടിവിറ്റി ഏരിയ. ഇതിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് കടക്കുകയാണെങ്കിൽ 60 ഡിഗ്രിയോളം ടിൽറ്റ് സപ്പോർട്ടും 8 കസ്റ്റമൈസ് ഷോർട്ട് കട്ട് കീസും ഇതിനുണ്ട്. വിൻഡോസ്, മാക്ക്, ആൻഡ്രോയിഡ് എന്നീ OSകളുമൊത്ത് ഇത് വർക്ക് ചെയ്യുമെങ്കിലും ആൻഡ്രോയിഡുമായുള്ള സഹകരണം ലേശം പരിതാപകരമാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. HP പെൻ എന്ന ബ്രാൻഡ് നെയിമിലെ X എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്ന അതിൻ്റെ ആകൃതിയിലുള്ള ഒരു കവറിൻ്റെ അകത്താണ് ഈ പ്രൊഡക്റ്റ് പാക്ക് ചെയ്തു വരുന്നത്. ഈ നീല ബോക്സിനുള്ളിലായി വളരെ ഭംഗിയോടുകൂടി പ്ലാസ്റ്റിക് കവറിലാക്കി പാക്ക് ചെയ്താണ് നമ്മളുടെ ഡ്രോയിങ് ടാബ്ലറ്റ് വരുന്നത്. ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലത്തെ സ്റ്റിക്കറിലാണ് നമ്മുടെ 1 ഇയർ എക്സ്റ്റൻഷൻ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക്. മറ്റെല്ലാ സാധനങ്ങളും ഇതുപോലെ തന്നെ വെൽ പാക്ക്ഡ് ആയിട്ടാണ് ഈ ബോക്സിൽ വന്നിരിക്കുന്നത്. പാക്കറ്റിൽ ഡ്രോയിങ് ടാബ്ലറ്റ് കൂടാതെ അതിന് ഒരു ഗാർഡ്, ഒരു പ്ലാസ്റ്റിക് കവർ, പിന്നെ നമ്മുടെ സ്റ്റൈലിസ്, അതിൻ്റെ സ്റ്റാൻഡ്, ഇത് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാനുള്ള USB കേബിൾ, അത് ആൻഡ്രോയിഡുമായി കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ, യൂസർ മാനുവൽ, വാറണ്ടി കാർഡ്, 8 എക്സ്ട്രാ നിബുകൾ, ഡ്രൈവ് ഇൻസ്റ്റാളേഷൻ്റെ പേപ്പർ എന്നിവ ഇതിലുണ്ട്. ടാബ്ലറ്റിനെ കവറിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിസൈനാണ്. ഇതിൻ്റെ പിറകുവശത്ത് 4 വശത്തുമായി റബ്ബറിൻ്റെ ബീഡിങ്ങുകൾ ഗ്രിപ്പിനായി നൽകിയിട്ടുണ്ട്. മറുവശത്തായി 8 ഷോർട്ട് കട്ട് കീസും ആക്ടിവിറ്റി ഏരിയയും മാർക്ക് ചെയ്തിരിക്കുന്നതായി കാണാം. ഈ പ്ലാസ്റ്റിക് പേപ്പർ നമ്മൾ മൊബൈലിനൊക്കെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന പോലെ ഇതിന് സംരക്ഷണത്തിനായി ഇത്തരത്തിൽ ഒട്ടിക്കാനുള്ള ഒന്നാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൈലിസ് അഥവാ പേനയിലേക്ക് പോകാം. വളരെ സ്ലിമ്മായിട്ടുള്ള, കയ്യിൽ ഒതുങ്ങത്തക്ക രീതിയിലുള്ള മനോഹരമായുള്ള ഒരു പേനയാണ് ഇത്. ഇതിൽ 2 ഷോർട്ട് കട്ട് ബട്ടൺസ് നമുക്ക് കാണാം. വീഡിയോയിൽ കാണുന്ന പോലെ 60 ഡിഗ്രിയോളം നമുക്ക് ഇത് ചെരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഷെയ്ഡിങ്ങിനും മറ്റു പർപ്പസിനും ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇതിലെ ഷോർട്ട് കട്ട് കീസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത എറേസറായും ഉപയോഗിക്കാം. ഇതുപോലെ വളരെ മനോഹരമായ തിക്ക് ആൻഡ് തിൻ ലൈൻസ് നമുക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് പെൻ ഹോൾഡർ അഥവാ സ്റ്റൈലിസ് ഹോൾഡറിലേക്കൊന്ന് നോക്കാം. ഇതിൽ പേന ഇതുപോലെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും നമുക്ക് വെക്കാവുന്നതാണ്. ഈ ആരോ കാണിക്കുന്ന വശത്തേക്ക് ബലം പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഊരിയെടുക്കാവുന്നതാണ്. ഈ പെൻ ഹോൾഡറിൻ്റെ അടിയിലായി നമുക്ക് 8 എക്സ്ട്രാ നിബുകളും ലഭ്യമാണ്. ഇവ കൂടാതെ ഒന്ന് പേനയിൽ ഇട്ടുമാണ് വരുന്നത്. ടോട്ടൽ 8 നിബാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭ്യമായിട്ടുള്ളത്. ഈ നിബുകളെല്ലാം വളരെ കാലം നീണ്ടു നിൽക്കത്തക്ക രീതിയിൽ നിർമ്മിച്ചവയാണ്. ഈ നിബ് റിമൂവ് ചെയ്യേണ്ട രീതി ഈ പെൻ ഹോൾഡറിൻ്റെ താഴെയായി എഴുതിയിട്ടുണ്ട്. ആ രീതിക്കനുസരിച്ച് ആ നടുക്കുള്ള ഹോളിലൂടെ വീഡിയോയിൽ കാണുന്ന പോലെ
ചെയ്താൽ നമുക്ക് ഈ നിബ്ബ് വളരെ ഈസിയായി റിമൂവ് ചെയ്തെടുക്കാം. ശേഷം വെറും കൈ ഉപയോഗിച്ച് നമുക്കത് ഇതുപോലെ കയറ്റി വെക്കാനും സാധിക്കും. ഇനി ഈ ഹോൾഡർ എങ്ങനെ പഴയപടിയാക്കുന്നു എന്ന് നോക്കാം. ഒരു ചെപ്പടയ്ക്കുന്ന രീതിയിൽ രണ്ട് ഭാഗവും കൂട്ടിച്ചേർത്ത് വെച്ച് ചെറുതായി ഒന്ന് ബലം പ്രയോഗിച്ചാൽ നമുക്ക് ഇതിനെ പഴയപടിയാക്കി ലഭിക്കും. ഇത് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ വരുന്ന രണ്ട് USB അഡാപ്റ്ററുകളാണ്. ഒന്ന് C ടൈപ്പും ഒന്ന് മൈക്രോ ടൈപ്പും. ഇവ സാധാരണയായി ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളുമായി കണക്ട് ചെയ്യാനാണ്. ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ എല്ലാം തന്നെ ഇത് വർക്ക് ചെയ്യുമെങ്കിലും HP പെൻ എന്ന ഇവരുടെ ആപ്ലിക്കേഷനിൽ മാത്രമാണ് ഇത് നന്നായി വർക്ക് ചെയ്യുക. മറ്റുള്ള ആപ്ലിക്കേഷനുകളിൽ ഇത് ലാൻഡ്സ്കേപ്പ് മോഡിൽ സപ്പോർട്ട് ചെയ്യുകയില്ല. പോർട്രേറ്റ് മോഡിൽ മാത്രം സപ്പോർട്ട് ചെയ്യുമെങ്കിലും അതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ആൻഡ്രോയിഡുമായുള്ള ഇതിൻ്റെ പെർഫോമൻസ് വളരെ മോശം എന്ന് പറയാതെ വയ്യ. അതിനാൽ തന്നെ ആൻഡ്രോയിഡുമായി ചേർന്ന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച് മേടിക്കുന്നവർ മറ്റൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന മറ്റൊരു പ്രധാന ഘടകം. HP പെന്നിൻ്റെ ഒരു ഗ്ലൗസാണിത്. കയ്യിലെ അഴുക്കും ചെളിയും ഒക്കെ ടാബ്ലറ്റിൽ പറ്റാതിരിക്കാനായി ഉപയോഗിക്കുന്നതാണ് ഈ ഗ്ലൗസ്. നമുക്ക് ഇനി ഇവൻ്റെ വിൻഡോസുമായുള്ള പെർഫോമൻസ് ഒന്ന് ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ്രോയിഡുമായുള്ള പെർഫോമൻസ് പറയേണ്ടതില്ല, കാരണം അത് വളരെ പരിതാപകരമാണ്. ഒട്ടും തന്നെ ലാഗില്ലാത്ത വളരെ നല്ല ഒരു പെർഫോമൻസാണ് വിൻഡോസുമായി ഇത് കാഴ്ചവെക്കുന്നത്. ഇനി നമുക്ക് സാമ്പിളിനായി ഒരു ചെറിയ ചിത്രം പെട്ടെന്നൊന്ന് വരച്ചു നോക്കാം. വിൻഡോസിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാൾ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റിയുടെ അനുഭവം ലഭിക്കുന്നതല്ല. ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് അടങ്ങുന്ന പേപ്പർ ഈ ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റി ഒന്ന് ക്ലോസപ്പിൽ ചെക്ക് ചെയ്ത് നോക്കാം. വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതുപയോഗിച്ച് തിക്കായും തിന്നായും ലൈൻസ് ഇടാൻ പറ്റുന്നുണ്ട്. ഒരു പെൻസിൽ എന്ന വണ്ണം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷറിനനുസരിച്ച് തന്നെ ഇത് സ്ക്രീനിൽ റെസ്പോൺസ് നൽകുന്നുണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇതിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് 7000 രൂപയോളമാണ്. ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ മറ്റ് പല കമ്പനികളുടെയും ടാബ്ലറ്റ് ഇന്നും അവൈലബിൾ ആണ്. അതിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഇതിൻ്റെ ടിൽറ്റ് സപ്പോർട്ടും ഷോർട്ട് കട്ട് കീസിൻ്റെ എണ്ണവുമാണ്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ.